നമസ്കാരം. ന്യൂസ് 18 ഇന്ത്യയിലേക്ക് സ്വാഗതം. രണ്ടാഴ്ചയിലേറെ അടച്ചിട്ടിട്ടും ഇന്ത്യയിലെ കോവിഡ് രോഗികളുടെ എണ്ണം ഉയരുകയാണ്. മഹാരാഷ്ട്രയിലും ഡൽഹിയിലും തമിഴ്നാട്ടിലും രോഗികളുടെ എണ്ണത്തിൽ വൻ വർധനവാണ് രേഖപ്പെടുത്തിയത്. സാമൂഹ്യ വ്യാപനം ഇല്ലെന്ന് പറയുമ്പോഴും ഉയരുന്ന രോഗികളുടെ എണ്ണം ആരോഗ്യ പ്രവർത്തകർക്കും സർക്കാരിനും ഒരുപോലെ ആശങ്ക നൽകുന്നുണ്ട്. ലോകാരോഗ്യ സംഘടന നിർദ്ദേശിക്കുന്ന മാനദണ്ഡങ്ങൾ പാലിക്കുമ്പോഴും എങ്ങനെയാണ് രോഗികളുടെ എണ്ണം ഇത്ര കണ്ട് ഉയരുന്നത്? ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ച ശേഷവും രോഗികളുടെ എണ്ണത്തിലുള്ള വർധനവിനെ എങ്ങനെയാണ് ആരോഗ്യ വിദഗ്ധർ നോക്കിക്കാണുന്നത്? ഇതിന് കാരണം രണ്ടാണ്. ഈ ജില്ലകളിൽ കോവിഡ് സ്ഥിരീകരിച്ചവരിൽ 40% പേരിലും രോഗം പകർന്നത് കോവിഡ് രോഗബാധിതരിൽ നിന്നല്ല. ഇവരിൽ ഒരു വിദേശയാത്ര നടത്താത്തവരും ഉണ്ട്. അങ്ങനെയുള്ളവരിൽ രോഗം എങ്ങനെ എത്തിയെന്നതാണ് ICMRനെയും ആരോഗ്യ പ്രവർത്തകരെയും ഒരുപോലെ കുഴയ്ക്കുന്നത്. സമൂഹ വ്യാപന സാധ്യതയാണ് ഇത്തരം കേസുകൾ സൂചിപ്പിക്കുന്നതെന്ന നിഗമനത്തിലാണ് ICMR. ശ്വാസകോശ രോഗവുമായി വിവിധ സംസ്ഥാനങ്ങളിൽ ചികിത്സ തേടുന്നവരിൽ കോവിഡ് സ്ഥിരീകരിക്കുന്ന ഗുരുതര സ്ഥിതിയുണ്ടെന്ന് ICMRന്റെ റിപ്പോർട്ടിൽ പറയുന്നു. ഫെബ്രുവരി 1 മുതൽ ഏപ്രിൽ 2 വരെയുള്ള കാലയളവിലെ പഠനങ്ങൾ പരിശോധിച്ചാണ് ICMRന്റെ റിപ്പോർട്ട്. ഇത്രനാളും സാമൂഹ്യ വ്യാപനമില്ലെന്ന നിലപാടായിരുന്നു ICMR കൈക്കൊണ്ടിരുന്നത്. പുതിയ റിപ്പോർട്ട് ഇതിന് ഘടകവിരുദ്ധമാണ്. സംസ്ഥാനങ്ങളിൽ നിന്നും കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നുമായി 104 പേർക്കാണ് യാത്രാ ചരിത്രമോ രോഗിയുമായി സമ്പർക്കമോ ഇല്ലാതെ രോഗം സ്ഥിരീകരിച്ചത്. എന്നാൽ രാജ്യത്ത് ഇതുവരെ സമൂഹ വ്യാപനം നടന്നിട്ടില്ലെന്ന നിലപാടാണ് केंद्र आरोग्य मंत्रालय इप्पोഴും സ്വീകരിക്കുന്നത്. ICMR की स्टडी के बारे में बताया, मैं फिर आप लोगों की दृष्टि में लाना चाहूँगा. अगर देश में कम्युनिटी ट्रांसमिशन होगा तो वी विल बी द फर्स्ट वन. हम ही आपको आके पहले बताएंगे, क्योंकि हमारे लिए जरूरी है कि हम आपके नॉलेज में लाएं कि देश में कम्युनिटी ट्रांसमिशन हो चुका है और इस कारणवश हम सबको एक्स्ट्रा और एडिशनल अलर्ट रहना पड़ेगा. एक, जैसे मैंने कहा कि अगर 16,000 टेस्ट कल हुए देश में, जो कि अक्रॉस द कंट्री हुए, उसमें करीब 320 ही पॉजिटिव आए. तो यानी कि 0.2% केसेस ही पॉजिटिव आए. സാമൂഹ്യ വ്യാപനമില്ലെന്ന നിലപാട് തുടരുമ്പോഴും കോവിഡ് പടർന്നു പിടിക്കുന്നതിൽ മറ്റു വിശദീകരണങ്ങളൊന്നും നൽകാൻ ആരോഗ്യ മന്ത്രാലയത്തിന് സാധിക്കുന്നില്ല. ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ച് 19 ദിവസം പിന്നിടുമ്പോഴും ഇത്രയേറെ സംസ്ഥാനങ്ങളിൽ പുതിയ കോവിഡ് കേസുകൾ എങ്ങനെയുണ്ടാകുന്നു എന്നതിൽ വിശദീകരണം അകലെയാണ്. ആകെയുള്ള സാധ്യത നിസാമുദ്ദീൻ സമ്മേളനത്തിൽ പങ്കെടുത്തവരുടെ സമ്പർക്കത്തിലൂടെ രോഗം പടർന്നിരിക്കാമെന്നതാണ്. എന്നിരുന്നാലും കുറച്ചു ദിവസങ്ങളിൽ ഇത്രയേറെ പേരിൽ സമ്പർക്കത്തിലൂടെ രോഗം പകർന്ന് ലക്ഷണം കാണിച്ചു തുടങ്ങുമോ എന്ന സംശയവും നിലനിൽക്കുന്നു. ये 1.8% पॉजिटिव जो केसेस आए, दीज आर फ्रॉम द आवर VRDL लैब्स. जो हमारी VRDL लैब्स प्राइमरली उन्हीं एरियाज में लोकेटेड जहां पर ऑलरेडी केसेस पाए जा चुके हैं. इस स्टडी में आपको कहीं पर भी ये नहीं लिखा है कि ये ऐसे एरिया में आया जहां सिंगल केस भी नहीं पाया गया. तो ये उन्हीं एरिया में पाए गए हैं जहां केसेस पाए गए हैं. ലോക്ക്ഡൌൺ പിൻവലിച്ചേക്കുമെന്ന അഭ്യൂഹങ്ങൾ ഇതിനിടെ പടർന്നിരുന്നു. IRCTC ബുക്കിംഗ് നിർത്തലാക്കാഞ്ഞതും ഇതിന് ശക്തി പടർന്നു. എന്നാൽ ഇത്തരം വാർത്തകളെല്ലാം റെയിൽവേ മന്ത്രാലയം തള്ളി. ലോക്ക്ഡൌൺ നീട്ടുന്നതോടെ കോവിഡ് പിടിച്ചുകെട്ടാനാകുമെന്ന പ്രതീക്ഷ മധ്യപ്രദേശ് ഒഴികെ മറ്റെല്ലാ സംസ്ഥാനങ്ങളും പങ്കുവച്ചു. കോവിഡ് എന്ന മഹാമാരിയെ ചെറുക്കാൻ ലോകമെമ്പാടും പല വഴികൾ തേടുകയാണ് ശാസ്ത്രജ്ഞർ. എല്ലാ പരീക്ഷണങ്ങളും ഒടുവിൽ എത്തി നിൽക്കുന്നത് രോഗം ഭേദമായവരിലാണ്. അവരുടെ രക്തത്തിലെ പ്ലാസ്മയിൽ രോഗം ഭേദമാക്കാനുള്ള രഹസ്യങ്ങൾ ഒളിഞ്ഞിരിക്കുന്നുവെന്ന വിശ്വാസത്തിലാണ് ആരോഗ്യലോകം. ഇന്ത്യയും പ്ലാസ്മ പരീക്ഷണത്തിന് ഒരുങ്ങുകയാണ്. ആശങ്കകൾക്കിടയിലും പ്രതീക്ഷ നൽകുന്ന ഈ പരീക്ഷണത്തെക്കുറിച്ച് അറിയാം അടുത്തതായി. ഇന്ത്യയും പ്ലാസ്മ ചികിത്സാ രീതി അനുമതിയും ലഭിച്ചു. ക്ലിനിക്കൽ ട്രയലായിട്ട് മെഡിക്കൽ കോളേജ് 5 മെഡിക്കൽ കോളേജസുമായിട്ട് ചേർന്ന് കാലിക്കറ്റിലെ കോവിഡ് ഡോക്ടർ അനൂപായിരിക്കും അതിന്റെ ക്ലിനിക്കൽ രോഗികൾക്കുള്ള ഗുണഫലം എത്രയാണെന്ന് നോക്കുന്ന മോണിറ്റർ ചെയ്യുന്ന വ്യക്തി ശ്രീധരയുടെ പ്രപ്പോസലാണിത്. നമ്മളായിരിക്കും ഈ പ്ലാസ്മ ഫെറസിസ് എന്ന പ്രൊസീജിയറും ഇതെങ്ങനെ നടക്കുന്നു എന്നുള്ളത് മോണിറ്റർ ഡേറ്റ കളക്ട് ചെയ്യുന്ന സെൻസർ. ആന്റിബോഡികൾ എന്നും രോഗപ്രതിരോധ ചികിത്സാ രംഗത്ത് നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട്. പല പ്രതിരോധ കുത്തിവയ്പ്പുകളും വികസിപ്പിച്ചത് രോഗം ഭേദമായവരുടെ ശരീരത്തിലെ ആന്റിബോഡികളിൽ നിന്നാണ്. ഇന്നും ഇതേ മാർഗമാണ് ലോകം കോവിഡിലും പിന്തുടരുന്നത്. കോവിഡ് രോഗമുക്തരായവരിൽ വൈറസിനെ ചെറുക്കുന്ന ആന്റിബോഡി ഉണ്ടാകുമെന്ന നിഗമനം തന്നെയാണ് പ്രതീക്ഷ നൽകുന്ന ഘടകം. കോവിഡ് ചികിത്സ അവസാനിപ്പിച്ച് 2 ആഴ്ചയ്ക്ക് ശേഷമാണ് പരീക്ഷണത്തിന് വേണ്ടിയുള്ള പ്ലാസ്മ ശേഖരിക്കുന്നത്. കൊറോണ ഭേദമായവരുടെ രക്തത്തിൽ നിന്നും വേർതിരിച്ച പ്ലാസ്മ
അതീവ ഗുരുതരാവസ്ഥയിലുള്ള രോഗികൾക്ക് നൽകിയാണ് പരീക്ഷണം. കോവിഡ് ബാധിച്ച വ്യക്തികളിൽ രോഗത്തെ പ്രതിരോധിക്കാൻ രക്തത്തിൽ ബി ലിംഫോസൈറ്റ്സ് കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കും. പ്ലാസ്മയിൽ കാണപ്പെടുന്ന ഈ കോശങ്ങൾ വേർതിരിച്ചെടുത്ത് രോഗബാധിതർക്ക് നൽകും. കോവിഡ് വൈറസിനെ പ്രതിരോധിക്കാൻ ഈ കോശങ്ങൾക്ക് കഴിയും. രോഗിയിൽ ബി ലിംഫോസൈറ്റ്സ് കയറ്റിവിടുമ്പോൾ വൈറസിനെ തിരിച്ചറിഞ്ഞ് ഈ കോശങ്ങൾ പ്രതിരോധിക്കും. രോഗി കൂടുതൽ ഗുരുതരാവസ്ഥയിലേക്ക് പോകുന്നതും തടയാനാകും. ഒരാളുടെ പ്ലാസ്മയിൽ നിന്നും 2 പേർക്ക് നൽകാനുള്ള ഡോസ് ലഭിക്കുമെന്നാണ് ഗവേഷകർ പറയുന്നത്. കേരളത്തിലെ 5 സർക്കാർ മെഡിക്കൽ കോളേജുകളെയും ഉൾപ്പെടുത്തിയാണ് പരീക്ഷണം. ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് ട്രാൻസ്ഫ്യൂഷൻസ് മെഡിസിൻ വിഭാഗം മേധാവി ഡോക്ടർ ദേബാശിഷ് ഗുപ്തയുടെ നേതൃത്വത്തിലാകും ട്രയൽ നടപ്പിലാക്കുക. കോവിഡ് രോഗത്തിന് തുല്യമായ ശ്വാസകോശ രോഗങ്ങൾക്ക് കോൺവാലസെന്റ് പ്ലാസ്മ തെറാപ്പി ഉപയോഗിച്ചിട്ടുണ്ട്. ഇതിൽ നിന്നും പ്രതീക്ഷ ഉൾക്കൊണ്ടാണ് പരീക്ഷണം. പരീക്ഷണം വിജയിച്ചാലും മരുന്നായി ഉപയോഗിക്കാൻ ഡ്രഗ് കൺട്രോളിന്റെ അനുമതിയും അംഗീകാരവും ഒക്കെ വേണ്ടിവരും. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ചൈന ഏറെ ആശ്രയിച്ചത് സാങ്കേതിക വിദ്യയാണ്. ഡ്രോണുകളും റോബോട്ടുകളും തന്നെയായിരുന്നു അതിൽ പ്രധാനം. ഇന്ത്യയിൽ രോഗം പടർന്നു പിടിക്കുമ്പോൾ ഇതേ മാർഗത്തെ ആശ്രയിക്കുകയാണ് പല സംസ്ഥാനങ്ങളും. റോബോട്ടുകളെ ഉപയോഗിച്ചുള്ള പ്രതിരോധ പ്രവർത്തനത്തിനെ കുറിച്ച് അറിയാം അടുത്തതായി. ഡ്രോണുകൾ ഉപയോഗിച്ച് ആളുകളെ നിരീക്ഷിക്കാനും മരുന്നുകൾ എത്തിക്കാനുമൊക്കെ ചൈന ശ്രമിച്ചിരുന്നു. ലോക്ക്ഡൌൺ നിർദ്ദേശം ലംഘിച്ച് പുറത്തു കടക്കുന്നവരെ നിരീക്ഷിച്ച് അവരോട് തിരികെ പോകാൻ നിർദ്ദേശിക്കാനും ഡ്രോണുകൾ സഹായിച്ചു. ആശുപത്രിയിലേക്ക് എത്തുമ്പോഴാണ് റോബോട്ടിക്സിന്റെ ഏറ്റവും വലിയ സേവനം ഉപയോഗപ്രദമായത്. ഇതേ രീതി അവലംബിക്കുകയാണ് ഇന്ന് ഇന്ത്യയും. ഇത് ജയ്പൂരിലെ സവായ് മാൻസിംഗ് ആശുപത്രിയാണ്. പരീക്ഷണാടിസ്ഥാനത്തിലാണ് ഇവിടെ റോബോട്ടിനെ ഉപയോഗിക്കുന്നത്. രോഗികൾക്ക് മരുന്നും ഭക്ഷണവുമൊക്കെ എത്തിക്കുകയാണ് ഇവരുടെ ചുമതല. ഇതിനായി പ്രത്യേക ട്രേയും സജ്ജമാണ്. ഇതിലൂടെ രോഗികളിൽ നിന്ന് പരമാവധി അകലം പാലിക്കാൻ ഡോക്ടർമാർക്കും നഴ്സുമാർക്കും സാധിക്കും. അതിലൂടെ ഇവർക്ക് രോഗം പകരാനുള്ള സാധ്യതയും. പ്രത്യേക വസ്ത്രങ്ങളും മാസ്കുകളുമൊക്കെ ഒരു പരിധിവരെ മാത്രമേ സംരക്ഷണം നൽകൂ എന്നുള്ളതിനാൽ റോബോട്ടിന്റെ സഹായം ഏറെ ആവശ്യമാകും എന്ന് തന്നെയാണ് നിരീക്ഷണം. ये हमारा पहला इंडिया का इनिशिएटिव है, इवन वर्ल्ड का पहला इनिशिएटिव कि हम लोग रोबोट्स से कोरोना आइसोलेशन वार्ड के अंदर सर्विस प्रोवाइड कर रहे हैं. सबसे खास चीज ये होगी कि जो भी कोरोना पेशेंट हैं उनके काफी क्लोज जाके रोबोट सर्विस कर सकता है. फ्रिक्वेंटली कोई भी मटेरियल, फूड, मेडिसिन को उनके बेड साइड पे पहुंचा सकता है. कोरोना पीड़ित जो भी डिपार्टमेंट है, आइसोलेशन वार्ड है, वहां पर जो भी स्टाफ काम करते हैं वो लोग फ्रिक्वेंटली वहां पर मूव नहीं कर सकते हैं बिकॉज ऑफ एक डर होता है इन्फेक्शन का. तो रोबोट में ये खतरा नहीं होता. इन्फेक्शन से रोबोट को काफी ज्यादा आइसोलेट रखा जा सकता है. ये इसमें हम लोग वाटर बेस्ड मटेरियल यूज किया हुआ है ताकि ये इन्फेक्शन फ्री रहे. डस्टलेस मटेरियल यूज किया हुआ है ताकि काफी डस्ट से भी काफी फ्री रहे. इन्फेक्शन से अवॉइड करने के लिए इसको सैनिटाइज किया जा सकता है. एवरी टाइम जब भी ये सर्विस पे जाता है इसको सैनिटाइज कर देते हैं ताकि ये काफी ज्यादा मरीज को क्लोजली मॉनिटर भी कर सकता है. उनकी जो भी रिक्वायरमेंट है उनको फुलफिल कर सकता है. अगेन रोबोट 24 आवर्स वर्किंग रहता है तो जो फटिक एक होता है कि इंसान थक जाता है, ये रोबोट बिना थक के 24 आवर्स भी काम कर सकता है. नमस्कार, एसएमएस हॉस्पिटल की तरफ से मुझे आपकी सेवा का मौका मिला. धन्यवाद. ജയ്പൂരിൽ നിന്നുള്ള സംരംഭകരാണ് റോബോട്ടിനെ നിർമ്മിച്ചു നൽകിയത്. പൂർണ്ണമായും തദ്ദേശീയമായി നിർമ്മിച്ച റോബോട്ടുകളെ ആശുപത്രിക്ക് സൗജന്യമായി നൽകാമെന്ന് അദ്ദേഹം അറിയിച്ചു കഴിഞ്ഞു. ബാറ്ററി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഈ ഹ്യൂമനോയിഡ് റോബോട്ടുകൾ 5 വർഷം വരെ ഉപയോഗിക്കാനാവുന്നതാണ്. ഇവയെ അണുനശീകരിക്കുക എളുപ്പമാണെന്നതും റോബോട്ടിന്റെ നേട്ടമാണ്. സമാന രീതിയിൽ തമിഴ്നാട്ടിലെ തിരുച്ചിറപ്പള്ളിയിലും സർക്കാർ ആശുപത്രിക്കായി റോബോട്ടുകളെ നൽകി. തിരുച്ചിറപ്പള്ളി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ന്യൂ പ്രൊപ്പല്ലർ ടെക്നോളജീസ് എന്ന കമ്പനിയാണ് 2 ഹ്യൂമനോയിഡ് റോബോട്ടുകളെ നൽകിയത്. വൈഫൈ ഉപയോഗിച്ച് നിയന്ത്രിക്കാനാകുന്ന 2 റോബോട്ടുകൾക്ക് 250 മീറ്റർ അകലത്തിൽ വരെ സഞ്ചരിക്കാം.
4 അടി മാത്രം ഉയരമുള്ള ഇവയ്ക്ക് 8 കിലോഗ്രാം ഭാരം വരെ ചുമക്കാനാകും. സാഫെ മെഡിക് എന്ന റോബോട്ട് ട്രേയുടെ രൂപത്തിലാണുള്ളത്. 20 കിലോഗ്രാം വരെ ഭാരം ചുമക്കാനാകുന്ന ഇവയ്ക്ക് 1.5 കിലോമീറ്റർ വരെ അകലത്തിൽ സഞ്ചരിക്കാനും കഴിയും. കോയമ്പത്തൂരിലെ സ്റ്റാൻലി ആശുപത്രിയിലെ അണുനശീകരണത്തിന് ഉപയോഗിക്കുന്നതും റോബോട്ടുകളെ തന്നെയാണ്. അൾട്രാ വയലറ്റ് രശ്മികൾ ഉപയോഗിച്ച് കീടങ്ങളെയും ഈച്ച പോലുള്ളവയും നശിപ്പിക്കാനാണ് ഇവയെ ഉപയോഗിക്കുന്നത്. കോവിഡ് കാലത്ത് ഇത്തരം സാങ്കേതിക വിദ്യകളൊക്കെയാണ് ആവശ്യമെന്ന് ആരോഗ്യ വിദഗ്ധരും സമ്മതിക്കുന്നു. ലോക്ക്ഡൌൺ കർശനമായി തുടരുമ്പോഴും പല ഭാഗങ്ങളിലും അത് വ്യാപകമായി ലംഘിക്കപ്പെടുന്നുണ്ട്. തെലങ്കാനയിലും ഉണ്ടായി ഇത്തരമൊരു ലോക്ക്ഡൌൺ ലംഘനം. 1400 കിലോമീറ്ററിലേറെ ഒരു സ്ത്രീ സ്കൂട്ടറിൽ സഞ്ചരിച്ചു. എന്തുകൊണ്ട് ഈ നിയമലംഘനം എടുത്തു പറയുന്നു എന്ന് ചോദിച്ചാൽ അതിന് പിന്നിലൊരു കഥയുണ്ട്. എന്താണ് ആ കഥയെന്ന് നമുക്ക് നോക്കാം. അവശ്യ സാധനങ്ങൾ വാങ്ങാൻ അല്ലെങ്കിൽ ആശുപത്രിയിൽ പോകാൻ മാത്രമാണ് ലോക്ക്ഡൌൺ കാലത്ത് അനുമതി. ദീർഘദൂര യാത്രകൾ ഒഴിവാക്കണമെന്നാണ് നിർദ്ദേശം. പക്ഷേ ഇതെല്ലാം അവഗണിച്ച് ഒരു സ്ത്രീ സഞ്ചരിച്ചത് 1500ഓളം കിലോമീറ്റർ. ഈ യാത്ര എന്തിനായിരുന്നു? ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചതോടെ പലരും വിവിധയിടങ്ങളിലായി കുടുങ്ങി. ബന്ധുക്കളും സുഹൃത്തുക്കളും വേർപെട്ടു. പലരും കോവിഡ് അതിതീവ്രമായി പടരുന്ന പ്രദേശങ്ങളിലാണ് അകപ്പെട്ടത്. ഇതോടെ അച്ഛനും അമ്മയും മറ്റുള്ളവരും അടങ്ങുന്ന കുടുംബങ്ങൾ വേവലാതിയിലായി. ഇത്തരത്തിൽ സംഘർഷം അനുഭവിക്കുന്ന നിരവധി കുടുംബങ്ങളുണ്ട് ഇന്ത്യയിൽ. അത്തരം കുടുംബത്തിലൊരാളായിരുന്നു തെലങ്കാനയിൽ നിന്നുള്ള റസിയ ബീഗം. റസിയയാണ് ലോക്ക്ഡൌൺ നിർദ്ദേശം ലംഘിച്ച് മകനെ വീട്ടിലെത്തിക്കാനായി സ്കൂട്ടറിൽ 1500 കിലോമീറ്റർ సഞ്ചരിച്ചത്. నేను మార్నింగ్ 6 o'clock మండే బండి మీద మా బాబు రిసీవ్ చేయడానికి బయలుదేరిన. ఎందుకంటే మా బాబు ఒక ఫ్రెండ్కి హెల్ప్ చేయడానికి రహమతాబాద్ పోయి అక్కడే ఇరికిపోయినాడు. కంటిన్యూ 1 month అయింది. నేను డైలీ ఫోన్ చేస్తున్నా కానీ నేను చాలా పరేషానీలో ఉండే. మళ్ళీ నేను ఏం డిసైడ్ చేసిన అంటే 4-wheeler నాట్ అలౌడ్ ఉంది అన్నట్టు నేను 2-wheeler మీద నా ప్రయాణం స్టార్ట్ చేసినాను. ആന്ധ്രാപ്രദേശിലെ നെല്ലൂരിലാണ് ലോക്ക്ഡൌൺ പ്രഖ്യാപിക്കുമ്പോൾ മകൻ നിസാമുദ്ദീൻ ഉണ്ടായിരുന്നത്. മെഡിസിൻ വിദ്യാർത്ഥിയായ മകനെ വീട്ടിലെത്തിക്കാൻ വേണ്ടിയാണ് സ്കൂളിലെ പ്രധാന അധ്യാപിക കൂടിയായ 48-കാരിയായ റസിയ ബീഗം തെലങ്കാനയിലെ നിസാമാബാദിൽ നിന്ന് പുറപ്പെട്ടത്. അതും ഒറ്റയ്ക്ക്. ആളൊഴിഞ്ഞ റോഡുകളിലൂടെ രാത്രിയിലും റസിയ യാത്ര തുടർന്നു. 36 മണിക്കൂറിലേറെ യാത്രയ്ക്ക് ശേഷമാണ് റസിയ മകന്റെ അടുത്തെത്തിയത്. പിന്നീട് മകനുമായി തിരിച്ച് വീട്ടിലേക്കുള്ള യാത്ര. മൂത്ത മകനെ പോലീസ് തടയുമെന്ന് ഭയന്നാണ് റസിയ സ്വയം ഇറങ്ങിത്തിരിച്ചത്. മകനെക്കുറിച്ചുള്ള ആശങ്കയാണ് ഈ ഉമ്മയെ കൊണ്ട് നിയമം ലംഘിക്കാൻ പ്രേരിപ്പിച്ചത്. മകനെ കൊണ്ടുവരാൻ കാട്ടിയ ധൈര്യമൊക്കെ അംഗീകരിക്കുമ്പോഴും ഓർക്കുക, ഇത് നിയമലംഘനം തന്നെയാണ്. ആരും ആവർത്തിക്കാതിരിക്കുക. നിങ്ങളുടെ ആരെങ്കിലും എവിടെയെങ്കിലും ഒറ്റപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ സംസ്ഥാന സർക്കാർ പ്രതിനിധികളുമായോ അധികൃതരുമായോ ബന്ധപ്പെട്ട് നിയമപരമായ നടപടികൾ സ്വീകരിക്കുകയാണ് വേണ്ടത്. ബാങ്കുകൾക്ക് അവധിയില്ലെങ്കിലും പണം പിൻവലിക്കാൻ ബാങ്ക് വരെ എത്തുക പലർക്കും ഇപ്പോൾ അസാധ്യം. ATMകളിൽ പലപ്പോഴും പണം കാണില്ല. മിക്കതും പ്രവർത്തനരഹിതവുമാണ്. അപ്പോൾ സാധാരണക്കാർക്ക് എങ്ങനെ പണം ലഭിക്കും? അതിന് വഴിയൊരുക്കുകയാണ് തപാൽ വകുപ്പ്. തപാൽ വകുപ്പിന്റെ പുതിയ സംരംഭം പ്രവർത്തിക്കുന്നത് എങ്ങനെയെന്ന് കാണാം. ലോക്ക്ഡൌൺ ആണ്. സ്വകാര്യ വാഹനങ്ങൾ നിരത്തിലിറക്കുന്നതിന് നിയന്ത്രണമുണ്ട്. അതിനാൽ തന്നെ പൊതുഗതാഗത സംവിധാനങ്ങൾ മിക്കയിടങ്ങളിലും പ്രവർത്തിക്കുന്നില്ല. ഈ സാഹചര്യത്തിൽ സാധാരണ ജനങ്ങൾ പണം ലഭിക്കാൻ ആശ്രയിക്കുക ATMകളെയാണ്. എന്നാൽ പല ATMകളിലും പണം ലഭ്യമല്ല. ചിലയിടങ്ങളിൽ ATM മെഷീനുകൾ പ്രവർത്തനരഹിതവുമാണ്. ഇതോടെ ബാങ്കിനെ ആശ്രയിക്കേണ്ട അവസ്ഥയിലാണ് ജനങ്ങൾ. പ്രശ്നം അതല്ല, എങ്ങനെ ബാങ്കിലെത്തും? ഇതിന് പരിഹാരം കണ്ടെത്തിയിരിക്കുകയാണ് ഗുജറാത്ത് മോർബി എന്ന ഗ്രാമം. കേരളത്തിൽ തപാൽ വകുപ്പിന്റെ സഹായത്തോടെ പണം എത്തിക്കാനുള്ള പദ്ധതി പ്രഖ്യാപിച്ചിരുന്നു. ഇത് ഇതുവരെ ആരംഭിച്ചിട്ടില്ല.
അതിനു മുൻപേ മോർബിയിൽ സംവിധാനം നിലവിൽ വന്നു. അതും ഫലപ്രദമായി. यहाँ 2900 के करीब विधवा पेंशनर है. उनमें से ज़्यादातर लोग खुद आके ले गए हैं और जो अब नहीं आ सके हैं उनके लिए हम पोस्टमैन को भी भेज रहे हैं. पर उसका क्या होता है, अकाउंट बैंक में लिंक नहीं होता, इसलिए आज स्पेशल हमने छुट्टी है, आज गुड फ्राइडे की हॉलीडे है गवर्नमेंट की, तो उसमें हमने ऊपर से ऑर्डर के मुताबिक हम स्पेशल ड्राइव चलाई है. और आज विधवा बहनों को ही मैं खुद फ़ोन करके बुला रहा हूँ इधर और उसको पेमेंट किया जा रहा है. തപാൽ ഓഫീസുകളിലൂടെയും തപാൽ ജീവനക്കാർ വഴിയും വീട്ടിലേക്കും പണം എത്തിക്കാൻ തുടങ്ങി. നിരവധി കുടുംബങ്ങൾക്കാണ് ഇത് ആശ്വാസം നൽകിയിരിക്കുന്നത്, പ്രത്യേകിച്ച് സ്വന്തമായി വാഹനമില്ലാത്തവർക്ക്. मैंने ऑनलाइन एप्लीकेशन की थी 10,000 रुपये के लिए, तो उसमें पोस्ट ऑफिस में से पोस्टमैन आके हमारे घर पे वो 10,000 रुपये पहुंचा गए. ये बहुत अच्छी सी सेवा है जो पोस्टमैन घर पे आके दे जा रहे हैं, तो हम लोगों को बाहर नहीं निकलना पड़ता है, इसलिए ये सेवा बहुत अच्छी है. ദേശസാത്കൃത ബാങ്കുകളിലെ അക്കൗണ്ടുകളിൽ നിന്നാണ് തപാൽ വകുപ്പിന് പണം പിൻവലിക്കാനാവുക. ഒപ്പം ബാങ്ക് അക്കൗണ്ട് ആധാറുമായും സ്വന്തം ഫോൺ നമ്പറുമായും ബന്ധിപ്പിച്ചിട്ടുണ്ടാകണം. ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പണം പിൻവലിക്കാൻ തപാൽ വകുപ്പ് പ്രത്യേക സോഫ്റ്റ്വെയർ സജ്ജമാക്കി. ഉപഭോക്താവിന്റെ ഫിംഗർ പ്രിന്റിന്റെ സഹായത്തോടെയാണ് പ്രവർത്തനം. അതിനാലാണ് ആധാർ നിർബന്ധമാക്കിയത്. വിരൽ പതിപ്പിക്കുമ്പോൾ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിൽ OTP വരികയും അത് പോസ്റ്റ്മാന് നൽകിയ ശേഷം പണം കൈമാറും. हम लोगों को ये अपील करना चाहते हैं कि डिस्टेंस जो सोशल डिस्टेंसिंग है वो बनाए रखे और कृपया हमें सहयोग करें. और हम सेवा के लिए ही बैठे हैं. अगर कोई भी काम है तो पोस्ट ऑफिस में हम सब इतनी महामारी में कोरोना की वजह से लोग परेशान हो रहे हैं, तो हमारा दायित्व है कि हम उसको ज़्यादा से ज़्यादा सेवा कर सके और वो सोशल डिस्टेंसिंग बनाए रखे. ऐसी हमारी अपील है. ഇത്തരത്തിൽ 10,000 രൂപ വരെ പിൻവലിക്കാനാകും. ലോക്ക്ഡൌൺ കാലത്ത് ജനങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്താനും പുറത്തിറങ്ങുന്നത് നിയന്ത്രിക്കാനുമാണ് സർക്കാർ പുതിയ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുന്നത്. കോവിഡിനെ കുറിച്ചും അത് കാരണമുള്ള ദുരവസ്ഥകളെയും കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇനി ഇത്തിരി നല്ല കോവിഡ് വാർത്ത കേൾക്കാം. കോവിഡിനെ തുടർന്ന് ഏർപ്പെടുത്തിയ ലോക്ക്ഡൌൺ പരിസ്ഥിതി മലിനീകരണം കുറയ്ക്കാൻ സഹായകമായി എന്നതാണ് ആ വാർത്ത. രാജ്യത്തെ വിവിധ ഇടങ്ങളിൽ നിന്നുള്ള പരിസ്ഥിതി മലിനീകരണം കുറഞ്ഞതിന്റെ അനുഭവങ്ങളാണ് അറിയാത്ത ഇന്ത്യയിൽ അടുത്തത്. അന്തരീക്ഷം ഇന്ത്യ ഗേറ്റിന് സമീപം നിന്ന് നോക്കിയാൽ റെയ്സീന കുന്നോ രാഷ്ട്രപതി ഭവനോ കേന്ദ്ര മന്ത്രാലയങ്ങളുടെ ഓഫീസുകളടങ്ങുന്ന കെട്ടിടങ്ങളോ ഒന്നും കാണാൻ സാധിക്കുമായിരുന്നില്ലമാണ്. ഒരിക്കലും ജലന്ധറുകാർ വിചാരിച്ചിട്ടുണ്ടാകില്ല ഹിമാലയം കണ്ടുണരാൻ സാധിക്കുമെന്ന്. അവരുടെ ഈ ആഗ്രഹവും സഫലീകൃതമായിരിക്കുകയാണ് ലോക്ക്ഡൌൺ കാരണം. ഹിമാലയത്തിന്റെ ഭാഗമായ ദൌലാന്തർ മലനിരകൾ ജലന്ധറിൽ നിന്നും ദൃശ്യമാണ്. नहीं, देखिए पहले के कंपैरिजन में तो कम ही हुआ है कि नेचुरली जब पब्लिक बाहर कम निकलेगी और अब तो निकल ही नहीं रही है. और सबसे ज्यादा इम्पोर्टेंट है कि जो व्हीकल का यूज है. സാമ്പത്തിക പ്രതിസന്ധിയും ജനങ്ങൾക്കുള്ള മറ്റു ബുദ്ധിമുട്ടുകളുമെല്ലാം ഇങ്ങനെയൊരു നല്ല കാര്യത്തിന് സഹായിച്ചു എന്ന് ആശ്വസിക്കാം. ന്യൂസ് 18 ഇന്ത്യയുടെ ഈ എപ്പിസോഡ് ഇവിടെ സമാപിക്കുന്നു. അടുത്ത ആഴ്ച വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.